നമസ്കാരം. ഇന്ന് ബീഹാറിൽ വിശ്വാസ വോട്ട് നടത്തുന്നു. കനത്ത തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ഉണ്ടാകാൻ പോകുന്നത്. മഹാസഖ്യം പുലർത്തി ബി.ജെ.പിക്കൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ട് തേടും. അതേസമയം ജെ.ഡി.യുവിനെ മുൾമുനയിലാക്കി 4 എം.എൽ.എമാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഞായറാഴ്ച വൈകിട്ട് മന്ത്രി വിജയ് ചൗധരിയുടെ വസതിയിൽ ചേർന്ന കക്ഷി യോഗത്തിൽ 4 പേരും എത്തിയിട്ടില്ല. എം.എൽ.എമാരായ സുദർശൻ കുമാർ, ഭീമാ ഭാരതി, ദിലീപ് റായ്, ഡോക്ടർ സഞ്ജീവ് എന്നിവരാണ് നേതൃത്വത്തെ ഇപ്പോൾ ആശങ്കയിലാക്കിയത്. ഇവർ 4 പേര് പാർട്ടി നേതൃത്വവുമായി മുൻപ് ഏറ്റുമുട്ടിയവരാണ്. അതാണ് നേതൃത്വത്തെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയതും. എം.എൽ.എമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് വിജയ് ചൗധരി മാധ്യമങ്ങൾ മുന്നിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും 4 പേര് എവിടെയാണ്, എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതിനർത്ഥം ജെ.ഡി.യു നേതൃത്വത്തിന് അറിയില്ല എന്ന് തന്നെയാണ്. കാരണം ശനിയാഴ്ച ജെ.ഡി.യു സംഘടിപ്പിച്ച വിരുന്നിലും ഈ 4 എം.എൽ.എമാർ പങ്കെടുത്തിട്ടില്ല. മഹാസഖ്യത്തിൽ നിന്ന് നിതീഷ് കുമാർ ചാടിയതുപോലെ കൂടെയുള്ളവർ നിതീഷിന്റെ പണി കൊടുത്തത് ആയിരിക്കും. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരുപാട് അട്ടിമറികൾ നടക്കുന്നുണ്ട്. നിതീഷിന്റെ കൂടെയുള്ള ആളുകൾ പോലും കാലുമാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2013 മുതൽ കാലുവാരിയായ നിതീഷിന്റെ കൂടെ എത്രത്തോളം ബീഹാർ ജനങ്ങൾ കാണുമെന്നത് ഒരു ചോദ്യമാണ്. ഇതെല്ലാം ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. കുറച്ചേറെ കഷ്ടപ്പെട്ടാണ് ബി.ജെ.പി മഹാസഖ്യം പൊളിച്ച് ബീഹാറിൽ നിതീഷിനെ ചാക്കിട്ട് പിടിച്ചത്. അത് അവർക്ക് തന്നെ ഇപ്പോൾ വിനയായോ എന്നതാണ് സംശയം. തിരഞ്ഞെടുപ്പിന്റെ അംഗം കുറിക്കുമ്പോൾ പോരാളികൾ കളം വിട്ടൊഴിയുന്നതും മനഃപൂർവ്വം മാറി നിൽക്കുന്നതും ബി.ജെ.പി ഉറ്റുനോക്കുന്ന ബീഹാറിന്റെ രാഷ്ട്രീയ തേരോട്ടത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതേസമയം നിതീഷ് കുമാർ വിശ്വാസ വോട്ടെടുപ്പ് നേരിടാനിരിക്കെ ജെ.ഡി.യു എം.എൽ.എമാരെ പട്നയിലെ ചാണക്യ ഹോട്ടലിലേക്ക് മാറ്റിയെന്നാണ് വിവരം. സംസ്ഥാനത്ത് രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ സജീവമായിരിക്കുകയാണ് വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി ജെ.ഡി.യു എം.എൽ.എമാരെ ഹോട്ടലിലേക്ക് മാറ്റിയത്. തിങ്കളാഴ്ച, അതായത് ഇന്ന് നിയമസഭ ചേരുമ്പോൾ വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം ഇരുപക്ഷത്തിനും ആദ്യം ബലപരീക്ഷണമാകും. മഹാസഖ്യ സർക്കാരിൽ സ്പീക്കറായിരുന്ന അവാദ് ബിഹാരി ചൗധരി ഇതുവരെ സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. ഇതോടെ ജെ.ഡി.യു ബി.ജെ.പി സഖ്യം സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചൗധരിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ വിജയിക്കാനായില്ലെങ്കിൽ നിതീഷ് കുമാർ സർക്കാർ താഴെ വീഴുമെന്ന് ഉറപ്പാണ്. മുന്നണികൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂവെന്നതിനാൽ എം.എൽ.എമാരെ പാർട്ടി വലിയ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ആർ.ജെ.ഡി സ്പീക്കർ ചൗധരിക്കെതിരെ എൻ.ഡി.എ കൊണ്ടുവന്ന അവിശ്വാസ നോട്ടീസാണ് ആദ്യം ചർച്ചയ്ക്കെടുക്കുക. രാജിവെക്കില്ലെന്നും തന്റെ നേതൃത്വത്തിൽ സഭ നടത്തുമെന്നും സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ തുടങ്ങിയ കളി ഞങ്ങൾ തീർക്കുമെന്ന ആർ.ജെ.ഡിയുടെ പ്രതികരണം വലിയ അഭ്യൂഹങ്ങൾക്കും തുടക്കമിട്ടു കഴിഞ്ഞു. എൻ.ഡി.എ സഖ്യകക്ഷിയായ മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയുടെ 4 എം.എൽ.എമാർ പിന്തുണയ്ക്കുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. CPI ML പ്രതിനിധി ജിതിൻ റാം മാഞ്ചിയെ വസതിയിൽ സന്ദർശിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. ബോധ്ഗയ ജില്ലയിലെ സുരക്ഷിത കേന്ദ്രത്തിൽ നിന്ന് ബി.ജെ.പിയുടെ 78-ൽ 76 എം.എൽ.എമാരും പട്നയിൽ എത്തിക്കഴിഞ്ഞു. 2 ബി.ജെ.പി എം.എൽ.എമാർ ബോധ്ഗയയിൽ എത്തിയിരുന്നില്ല. തേജസ്വി യാദവിന്റെ വീട്ടിലാണ് ആർ.ജെ.ഡി എം.എൽ.എമാർ കഴിയുന്നത്. ഹൈദരാബാദിൽ നിന്ന് പട്നയിലെത്തിയ കോൺഗ്രസിന്റെ 16 എം.എൽ.എമാരും തേജസ്വിയുടെ വീട്ടിൽ താമസിക്കും.